ജനവാസ മേഖലയിൽ മനുഷ്യരെ ആക്രമിക്കുകയോ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുകയോ ചെയ്യുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് നേരിട്ട് ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകാനായി കേരള സർക്കാർ പാസാക്കിയ വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന് കേന്ദ്ര സർക്കാരിനെ വിട്ട വനമേഖലയിൽ ഉള്ളവരുടെ ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് കേരള സർക്കാർ ബില്ല് കൊണ്ടുവന്നതെങ്കിലും ഇത് പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് കേന്ദ്രത്തിന്. നിലവിലുള്ള നിയമത്തിലെ വ്യവസ്ഥകൾ മതിയാകുമെന്ന നിർദ്ദേശത്തോടെയാണ് ബില്ലിനെ വനം പരിസ്ഥിതി മന്ത്രാലയം നിരാകരിച്ചത്. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് സംസ്ഥാനം പാസാക്കിയ കേരള വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ. രണ്ടാം പിണറായി സർക്കാർ പാസാക്കിയ ബിൽ രാഷ്ട്രപതിക്ക് വിടണമെന്ന ശുപാർശയോടെയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഗവർണർക്ക് അയച്ചത്. ശുപാർശയിൽ നിരസമുണ്ടായ ഗവർണർ 3 മാസത്തോളം പിടിച്ചുവച്ച ശേഷമാണ് രാഷ്ട്രപതിക്ക് ബിൽ കൈമാറിയത്. കേന്ദ്ര സർക്കാരിനും ഇത് കൈമാറുന്നതായി സംസ്ഥാന സർക്കാരിന്റെ രേഖകളിൽ വ്യക്തമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്തുള്ള വ്യവസ്ഥകൾ നിലവിലുള്ള നിയമത്തിൽ തന്നെ ഉള്ളതിനാൽ കേരളത്തിന്റെ ഭേദഗതി ബില്ലിനോട് യോജിക്കാനാവില്ലെന്നാണ് കേന്ദ്ര നിലപാട്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനവനം വനംവകുപ്പിന്റെ അനുമതിയോടെ മുറിക്കാൻ കർഷകനെ അനുവദിക്കുന്നതാണ് വനഭേദഗതി ബില്ലിലെ മറ്റൊരു പ്രധാന വ്യവസ്ഥ. വനം സംരക്ഷിത പ്രദേശം എന്നിവയ്ക്ക് പുറത്തു കാണപ്പെടുന്ന വന്യമൃഗത്തെ മനുഷ്യജീവന് അപകടകരമെന്ന് കണക്കാക്കാം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കളക്ടറുടെയോ മുഖ്യ വനസംരക്ഷണ അധികാരിയുടെയോ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ വെടിവെച്ച് കൊല്ലാനോ മയക്കുവെടി വെക്കാനോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തരവിടാം. ഏതെങ്കിലും പ്രദേശത്ത് വന്യമൃഗത്തിന്റെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ ജനനിയന്ത്രണത്തിന് നടപടി സ്വീകരിക്കുകയോ മാറ്റിപ്പാർപ്പിക്കുകയോ ചെയ്യാൻ തുടങ്ങിയവയായിരുന്നു മറ്റു ശുപാർശകൾ. ഇടുക്കി വിഷൻ, കുമളി.